മോഹൻലാൽ യൂണിഫോം ഇട്ട് അവിടെ പോയി കറങ്ങിയടിച്ച് തിരിച്ചു വന്നു. ലാലേട്ടനെ പോലെ ഒരാൾ ഒരു യൂണിഫോം ഇട്ട് പോകണമെന്നുള്ള തോട്ട് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? CM വന്ന് പോയപ്പോൾ തൊപ്പിയിട്ട് കൊടുത്തല്ലോ പട്ടാളത്തിൻ്റെ, അതേ ഇട്ടോണ്ട് പോയില്ലേ. എനിക്കൊരു യൂണിഫോം ഇട്ടിട്ട് ഫേമസ് ആവണ്ട, എനിക്ക് BJP വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാറിന്റെ മുകളിൽ കൊടിയും വെച്ചുകൊണ്ട് നടന്നിട്ട് ഫേമസ് ആവണ്ട. ഇത് അറിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? ലാലേട്ടൻ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ലാലേട്ടൻ പോയത് ലാലേട്ടന്റെ ബറ്റാലിയനാണോ, ലാലേട്ടൻ യൂണിഫോമിൽ തന്നെ പോകണം. എന്നിട്ട് ലാലേട്ടൻ മാത്രമേ അവിടെ യൂണിഫോമിൽ പോയിട്ടുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി ഇല്ല. ലാലേട്ടന്റെ പഞ്ചമി എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്ന ഒരു കമന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് അങ്ങനെ അവിടെ എസ്റ്റേറ്റ് ഇല്ലായിരുന്നെങ്കിലും അങ്ങനെ അവിടെ പോകും. പിന്നെ ആ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ള സ്ത്രീയുടെ താഴത്തൊരു കമന്റ് എഴുതിയിട്ടില്ല. ഇവനൊക്കെ എന്ത് മാനസികാവസ്ഥയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്? ഇതിന്റെ മനസ്സിന്റെ വേദനകളാണ്. ഈ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു ഞങ്ങൾ ഫേമസ് ആയി. അപ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് വാസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്. മനുഷ്യർക്ക് ഇന്ന് തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട വിഷം, മറ്റവന്റെ അധപ്പതനം കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ നികൃഷ്ട ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കേരളം ഒന്നാണെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം കൂടെ നമുക്ക് കിട്ടുന്നില്ലേ രജനീഷ്? നമ്മുടെ കേരളം ഇതുപോലുള്ള പ്രതിസന്ധികളിൽ എന്നും ഒന്നാണ്. ഓരോ ചളിയിലും നമ്മൾ ചവിട്ടി പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കും, ദൈവമേ ഇതിന്റെ അടിയിലും വല്ലവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ ആ മലമ്പ്രദേശം കിടക്കുന്നത്. സാർ ബിൽഡ് ചെയ്യുന്ന ആ ബിൽഡിങ്ങിലത്തെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനും റോബോട്ടിക് ക്ലാസ് പോലും പിള്ളേർക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സിസ്റ്റം അടക്കം ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന്. മേജർ രവി സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം സാർ. വയനാടിന്റെ കാര്യത്തിൽ ചെറിയ സഹായം പോലും വലിയൊരു കൈത്താങ്ങാകുന്ന അവസരത്തിൽ ലാലേട്ടനെയും മേജറിനെയും കൂടെ അവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമായി. ആ അവസരത്തിൽ തന്നെ അത്രയും ക്വിക്കായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നതും എങ്ങനെയാണ് അത് ഉണ്ടായെന്ന് പറയാമോ? ഈ സംഭവം നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടാളക്കാർ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. അവിടുത്തെ ബോഡീസ് റിക്കവർ ചെയ്യുന്നു. 122 ബറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം എൻ്റെ ബറ്റാലിയൻ പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും അവർ എന്നെ വിളിക്കും, സംസാരിക്കും. ലാലേട്ടൻ ആ ബറ്റാലിയൻ്റെ ആളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലാലേട്ടനായിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ ഞാനാണ് നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ ചിലവന്മാരൊക്കെ കയറിയിട്ടൊക്കെ എന്തെങ്കിലും, പക്ഷെ അതൊന്നൊരു ഒഫീഷ്യൽ കറക്റ്റായിട്ടുള്ള ലൈനിലല്ലായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ ആ കറക്റ്റ് ടൈമിൽ ഇവരോട് പറയും ഇന്നത് ചെയ്യുക അത് ചെയ്ത്. അപ്പം നവീനാണ്, അവിടുത്തെ കണൽ നവീനാണ് CO. അപ്പോൾ ഫസ്റ്റ് 2 ദിവസം അയച്ച ഫോട്ടോഗ്രാഫ്സൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. ഡിസ്റ്റർബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. 1-ാം തീയതി മറ്റിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അപ്സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഓഫീസ് തന്നെ പെട്ടെന്നായിരുന്നു എന്താണ് ഇപ്പം ഇതിന് ചെയ്യേണ്ടത്. ലാലേട്ടനും ഇതിനകത്ത് വേണം, ബറ്റാലിയനാണ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എപ്പോഴും VIPസിൻ്റെ പ്രവാഹം. അപ്പോൾ 2-ാം തീയതി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് അവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്, അതിൻ്റെ ബഹളം വന്നു. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വരുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി അതൊന്നും പറഞ്ഞിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വെറുതെ ഒരു ചീത്തപ്പേര്, അതൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ 3-നാക്കാണ്. അപ്പോൾ 2-ാം തീയതി ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരും. പക്ഷേ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ പോകുന്നത് വിശ്വശാന്തിയുടെ ഒരാളായിട്ടും 122 TA ബറ്റാലിയൻ്റെ ഒരാളായിട്ടും, പിന്നെ പോകുന്നത് മോഹൻലാലിനെ കൊണ്ടിട്ട് പോവാണ്. മോഹൻലാൽ ആസ് എ ലെഫ്റ്റനന്റ് കേണൽ TA ബറ്റാലിയൻ്റെ ആളായിട്ടും പോകുന്നു. അപ്പോൾ എവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ എങ്ങനെയാലും അവിടെ പോയിട്ട് വിശ്വശാന്തി ഹാസ് ടു അനൗൺസ് സംതിങ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാനാണ്. അപ്പോൾ സജീവ് ആ സമയത്താണ് കറക്റ്റായിട്ട് എന്നെ വിളിക്കുന്നത്. സജീവ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡയറക്ടറാണ്, ലാലേട്ടൻ്റെ ഇൻ്റർനെറ്റും ഇതെല്ലാം നെറ്റെല്ലാം നോക്കുന്ന ആൾ. സജീവ് വിളിച്ചിട്ടുണ്ട്, സാറേ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ട അവിടെ എന്ന് വെച്ചാൽ. ഞാൻ സജീവ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കോൾ ചെയ്തിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഞാൻ അപ്പം തന്നെ മോഹൻലാലിനെ വിളിക്കാം. ഞാൻ പറയണ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു 5-ാം തീയതിക്കുള്ള അണ്ണന് വല്ല ബിസി ഉണ്ടെങ്കിലും ശരി, 5-ാം തീയതിയിൽ അപ്പുറം പോകരുത്. 5-ാം തീയതിക്കുള്ള നമ്മൾ വയനാട്ടിലെത്തിയിരിക്കണം. ബറ്റാലിയൻ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ബറ്റാലിയനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓർഡർ 2-ാം തീയതി 3-ാം തീയതി വരയ്ക്കാണ്. പിന്നെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 5-ാം തീയതി കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുവരയ്ക്കാണ് സമയം, സോ വി ഹാവ് ടു പോകുന്നു. അണ്ണാ ഞാനിങ്ങനെ ബറോസിൻ്റെ ഇതിന് വന്നി ഞാൻ പറയാം എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അണ്ണാ മെൻ്റലി അങ്ങ് പ്രിപ്പയർ ആയിക്കോ, വി ഹാവ് ടു ഗോ. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ പിന്നെ തിരിച്ചു വിളിക്കാനാണ്. അണ്ണാ നാളെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. കാരണം അപ്പോഴത്തേക്കും അപ്പോഴാണ് മൂപ്പറും ഇതെല്ലാവരും കൂടി ഒരു വെയ്ക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുക എന്താന്നുള്ളത്. പിന്നെ തീരുമാനം എടുക്കുകയാണ് പോകണം, എന്നിട്ടെന്ത്. അപ്പോൾ ലാലേട്ടൻ വരാമെന്നും പറഞ്ഞു. ഇനി ഞാൻ അവിടെ പോയിട്ട് നമ്മളവിടെ എന്തെങ്കിലും അനൗൺസ് ചെയ്യണം. നമ്മൾ വെറുതെ സൈറ്റ് കാണാൻ വന്നതല്ല. നിങ്ങളുടെ ഏതൊരു ചാനലുകാരൻ എൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്ന സെൽഫി എടുക്കാൻ പോയ പോലെ നൽകും. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഐ കോൾഡ് അപ്പ് മൈ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പിന്നെ വിശ്വശാന്തിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് കോളിംഗ് അപ്പ് ദ പീപ്പിൾ ഹൂ ക്യാൻ ഹെൽപ്പ്. എനിക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫ്രണ്ട് സുബോധ് മേനോൻ, ഡോഫ് കെറ്റലിൻ്റെ ബോംബെയിലത്തെയാണ്.
ഹൗ മച്ച് ഡു യു വാണ്ട് ബ്രോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു തൽക്കാലത്തിനൊരു വീടിൻ്റെ എന്തെങ്കിലും. ഓക്കെ 20 houses 2 crores ഐ എം സെൻഡിങ് ഇറ്റ്. 20 houses 2 crores എന്ന് പറയുന്നത് യെസ് ഇറ്റ്സ് എ ബിഗ് തിങ്. അത് പറച്ചിലല്ല. ഞാനത് ലാലിനെ വിളിച്ചറിയുമ്പോഴത്തേക്കും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വശാന്തി അക്കൗണ്ടിൽ നിന്ന് അഡ്വക്കേറ്റ് സ്മിത വിളിക്കുകയാണ്. സാറേ 2 കോടി വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ഈ ഓപ്പറേഷൻ രാഹത്ത് ചെയ്യുന്ന പ്രൊഡ്യൂസർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു 10 വീട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 30 വീടുള്ളത് അരമണിക്കൂർ കൊണ്ട് ഈ പൈസ എൻ്റെ കയ്യിൽ വന്നു. ഇത് വന്നപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ധൈര്യമായിട്ടുണ്ട് വാ. പക്ഷെ ഇപ്പം നമ്മൾ ആരോടൊന്നും പറയുന്നില്ല, ഇത് ആർക്കും അറിയില്ലാണ്. പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പല പാർട്ടിയിലുമുണ്ട്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും അറിഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ മൂവ്മെൻ്റ് ഉണ്ട്, ചെറുതായിട്ട് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ ആ പാലം കിടക്കുന്നവരേക്കും ആർക്കും അറിയില്ലായിരുന്നു. പാലത്തിൻ്റെ ഞങ്ങൾ അവിടെ എല്ലാം പോയി. വളരെ ഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. കാരണം നമുക്കവിടെ പോയ സമയത്ത് നമ്മളറിയാതെ നമുക്കറിയാം മരണത്തിൻ്റെ ഗന്ധമാണ് അവിടെ. പ്രകൃതിയുടെ ആ ഒരു അട്ടഹാസം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ തോന്നും. ആ ചളി പിടിച്ച് കിടക്കുന്ന സ്ഥലം, ഓരോ ചളിയിലും നമ്മൾ ചവിട്ടി പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അങ്ങനെ അറിയും, ദൈവമേ ഇതിൻ്റെ അടിയിലും വല്ലവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവിടെ ആ മലമ്പ്രദേശം കിടക്കുന്നത്. ചില ആൾക്കാർ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അതിനൊന്നുമല്ല, അയാൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് പോയപ്പം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടത്തുകാരനാണോ എന്ന് ചോദിച്ചു. ഇവിടെ തലയെട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട് ഇവിടെ എവിടെയാ? അവിടെ എവിടെയോ ആയിരുന്നു സാർ. ആലോചിച്ച് നോക്കി, അവിടെ എവിടെയോ ആയിരുന്നു. സോ യു ക്യാൻ ഇമാജിൻ. താമസിച്ച് അവിടെ ജനിച്ചു വളർന്ന ആൾക്ക് പോലും അറിയില്ല എൻ്റെ വീട് എവിടെയായിരുന്നു. അങ്ങനെയാണ് പ്രകൃതി അവിടെ താണ്ഡവമാടിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെയും നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിട്ടും മതം പറഞ്ഞിട്ടുണ്ട്. മതം അവിടെ ഒന്നും ഉണ്ടായില്ല. ബാക്കി രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്നെ അവിടെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കി. കാരണം ഞാൻ BJP വൈസ് പ്രസിഡൻ്റാണ്. അതിൻ്റെ പേരിൽ ഏതോ കുനിഷ്ഠ ബുദ്ധിക്കാരൻ എന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും, പോരാളി ഷാജി അല്ലെങ്കിൽ റെഡ് ആർമി, ഇങ്ങനെയുള്ള പല നെറ്റുകാരും വളരെ മനോഹരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പോയത് അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്താണ് ഒരുത്തൻ വന്ന് പട്ടാളക്കാരനാണെന്ന് പറയുന്ന ഒരുത്തൻ ഒരു എക്സ് സർവീസ്മെൻ ലീഗിൻ്റെ എന്തിൻ്റെ ഒരു ബോർഡ് ഇട്ടിട്ട് പ്രൈം മിനിസ്റ്റർക്ക് എഴുതി, മുഖ്യമന്ത്രിക്ക് എഴുതി, ഞാൻ യൂണിഫോം ഇട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. മേജർ രവി ഇന്നേ വരെ യൂണിഫോമിനെ മിസ്യൂസ് ഒരിക്കലും ചെയ്തിട്ടില്ല. ഓക്കെ, 122 TA ബറ്റാലിൻ്റെ അത് വർക്കിംഗ് ഡ്രസ്സാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു യൂണിറ്റ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സജീവ് അടക്കം, സജീവ്, അതുപോലെ ബിനീഷ്, മോഹൻലാലിൻ്റെ മേക്കപ്പ്, ഇവരെല്ലാം ഇട്ടിരിക്കുന്ന അതേ ടീഷർട്ടാണ് ഞങ്ങളെല്ലാവരും ഇട്ടിരിക്കുന്നത്. അന്ന് CEO അടക്കം. അതുപോലും യൂണിഫോം അല്ലെന്ന് തിരിച്ചറിയാൻ പോലും വിവരമില്ലാത്ത പട്ടാള എയർഫോഴ്സുകാരനെന്ന് പറയുന്ന ഒരുത്തനാണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹൈലൈറ്റ് ആവാണ്. അത് ചില ചീപ്പ് മഞ്ഞ ചാനലുകളെന്ന് പറയുന്ന കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ. നിങ്ങളുടെ മെയിൻ സ്ട്രീം ആണെന്നൊക്കെ പറയുന്നതിൽ 1-2 എണ്ണം. ബാക്കി മനോരമ അടക്കം ഇതറിഞ്ഞപ്പോൾ അത് അറിയാതെ ചിലപ്പോൾ കയറി വരുമല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ. ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ ഡിലീറ്റ് ചെയ്തോളാം. ബാക്കി ചിലരുണ്ട്, ബാക്കി ചിലരൊന്നും അതിന് മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം ഇത് വരുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ നല്ലൊരു കാര്യം അവിടെ ചെയ്യുന്നു, അതിനെല്ലാം നിങ്ങൾ നോക്കുന്നത് എവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തത്. നിങ്ങളുടെ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ ഹേ മനുഷ്യ, നാളെ ഇത് നിൻ്റെ വീട്ടിൻ്റെ അടിയിലത്തെ മണ്ണായിരിക്കും ഇളകി പോകുന്നത്. അതാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ടുള്ള ആ മറ്റേ മുണ്ടക്കൈയിലുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ കാലത്ത് ഞാൻ എൻ്റെ കുട്ടിയുടെയും ഭാര്യയുടെയും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത്. ഒരാളും വിചാരിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഈ പ്രപഞ്ചം നമ്മളോട് കളിക്കുന്നത്. അതവിടെ ചെല്ലണം രജനീഷ്. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് ആ മണ്ണിലിറങ്ങി നടക്കുമ്പോഴായിരിക്കും, അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ചളിയിലിങ്ങനെ ചവിട്ടുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പേടി. അപ്പം അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ എൻ്റെ അടുത്ത്, സാറേ, അപ്പോൾ സ്കൂൾ LP സ്കൂളിൻ്റെ മുണ്ടക്കയിൽ LP സ്കൂളിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ ആ ബുൾഡോസുകാരെയൊക്കെ ഒന്ന് കാണാൻ പോയതാണ്. അവർ നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ, ഇവിടുന്ന് ഒരു കുട്ടിയുടെ യൂണിഫോമുള്ള ഒരു കുട്ടീനെ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഇവിടുന്ന് ഒഴുകി വന്നിരിക്കുകയാണ്. പക്ഷെ ആ സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ ഞാൻ ഇങ്ങനെ ലാലിനെ നോക്കിയപ്പോൾ ലാലിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളും വികാരമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ മനസ്സിലിങ്ങനെ കണക്കൂട്ടി, ആ കുട്ടിയുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഈ LP സ്കൂളിലെ പിള്ളേർ നാളെ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ, അവിടെ തുടങ്ങില്ലായിരിക്കും, വേറെ എവിടെയാണെങ്കിലും ശരി,
ഈ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെക്കുറിച്ച് ഓർക്കില്ലേ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന എത്രയോ കുട്ടികൾ മരിച്ചു. അപ്പോൾ അവരെ കുട്ടികളാണ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. ഇവർക്ക് ട്രോമ ചിലപ്പോൾ മനസ്സിനകത്ത് വല്ലാതെ ആഘാതം ഉണ്ടാക്കും. ചിലത് പെട്ടെന്ന് മറക്കും, പക്ഷെ ചിലത് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു മാഷേനെ സ്കൂളിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വന്നിട്ട് ഒരു ചരിത്രമുണ്ട്, രാഷ്ട്രീയ കൊലപാതകം. ആ കുട്ടികളുടെ ട്രോമ അവർ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് മാറാത്ത ട്രോമയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ലാലിൻ്റെയും കണ്ണറിഞ്ഞില്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ത് ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്വപ്നം, ഒരു ഡ്രീം ഉണ്ടാക്കി. ഈ ഒരു LP സ്കൂളിനെ നമ്മൾ റീബിൽഡ് ചെയ്യുക, അതെവിടെയാണെങ്കിലും. ആ സ്കൂളിനെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോയ സമയത്ത് പല കിൻഡർ ഗാർഡൻ സ്കൂളുകളും കണ്ട് നമുക്ക് തോന്നും മൈ ഗോഡ്, ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ സന്തോഷം എന്തായിരിക്കും. ആ റൂമുകൾ, അതിന് ടൈലിട്ട റൂമുകൾ, അവർക്ക് അതിനുള്ള കളർഫുള്ളായിട്ടുള്ള ടേബിളും ചെയറും, അതുപോലെ തന്നെ അവരുടെ ടോയ്ലറ്റുകൾ, മനോഹരമായ ടോയ്ലറ്റുകൾ, വൃത്തിയുള്ളത്, കമ്പ്യൂട്ടർ എല്ലാ ക്ലാസ്സുകളിലും, ഇതെല്ലാം കളർഫുള്ളായിട്ടുള്ള ഒരു സ്കൂള്. അല്ലെങ്കിൽ ഒരു LP സ്കൂൾ അങ്ങനെയൊന്നും ആവില്ല, സാധാരണ LP സ്കൂൾ. അപ്പോൾ അത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് പല ആളുകളും ട്രോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മോഹൻലാൽ യൂണിഫോം ഇട്ട് അവിടെ പോയി കറങ്ങിയടിച്ച് തിരിച്ചു വന്ന് അണ്ണൻ എന്നും പറഞ്ഞിട്ട് ട്രോള് വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ളൊരു ട്രോൾ, വേറൊരു ട്രോള് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. പാലം കിടന്നിട്ട് മൂപ്പരങ്ങ് പോട്ടെ, ട്രോളിങ്ങനെ കയറാമെന്ന് പറഞ്ഞു. പാലത്തിൻ്റെ എഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ പത്രക്കാരെ മുഴുവൻ. അതുവരെ ഞങ്ങൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു. ലാലും പറഞ്ഞു ഒരാളിനും ഒന്നും പറയില്ല, ഞാൻ അവിടെ പറയാമെന്ന്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. തിരിച്ചിവിടെ എത്തിയപ്പം ലാല് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ബറ്റാലിയനാണത് 122. അപ്പോൾ ആ ബറ്റാലിയൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വരിക, ഈ പട്ടാളക്കാർക്ക് ഒരു മൊറാൽ ബൂസ്റ്റിംഗ് കൊടുക്കുക, അവരിനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ വകയിൽ 3 കോടിയുടെ പ്രഖ്യാപനം മൂപ്പരവിടെ നടത്തി. അത് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്തിനാണെങ്കിലും ശരി 3 കോടിയുടെ പ്രഖ്യാപനം നടത്തി. ഇതിൽ ജനങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ വന്നിട്ട് ഇതിപ്പോൾ വലിയൊരു എമൗണ്ടാണ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. യൂസഫ് അലിക്ക് കൊടുത്തിരിക്കുന്ന 5 കോടി എന്നൊക്കെ പറയുന്നത്, ഞങ്ങളിവിടെ ഒരു ഫണ്ട്, ഞങ്ങളുടെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മോഹൻലാൽ ഇത് അനൗൺസ് ചെയ്യുമെന്ന്. ട്രോൾ അവിടെ ഒതുങ്ങി. അവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി പലതും പിന്നീട്. അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് ലാൽ പറഞ്ഞു, മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മേജർ രവി പറയുന്നു. അത് എനിക്ക് പൈസ തന്നിട്ടുള്ളവരെയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വായുന്നത് വന്നു. ആ സ്കൂള് മുണ്ടക്കൈ സ്കൂൾ LP സ്കൂൾ ഞങ്ങൾ റിഹാബിലിറ്റേറ്റ് ചെയ്തു. ഇത് ഞാൻ അനൗൺസ് ചെയ്തു. ഇതിന് എവിടുന്ന് ഫണ്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല. രജനീഷ്, ഇന്നിപ്പോൾ എനിക്ക് ഓഫർ വന്നിരിക്കുന്ന ആ സ്കൂൾ ബിൽഡ് ചെയ്യാനുള്ളത് ഈവൻ ഏഷ്യാനെറ്റ് മാധവേട്ടൻ ഇന്നലെ ഞാൻ ബോംബെയിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ല, ലാലിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, രവിക്ക് അത് എന്താ വേണ്ടത് വെച്ചാൽ പറയാൻ പറയാന്നുള്ളത്. സോ ഇത് നമ്മൾ ആ മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് പലരും നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ വേറൊരാൾ എവിടുന്നോ വിളിച്ചിട്ട്, ഒരു കമ്പ്യൂട്ടർ IT കമ്പനി നടത്തുന്ന ഡൽഹിയിലുള്ള മലയാളി, അവരൊന്ന് കൊച്ചിയിലെന്തോ ഉണ്ട്, പക്ഷെ ഞാൻ പോകും സാർ ബിൽഡ് ചെയ്യുന്ന ആ ബിൽഡിങ്ങിലത്തെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനും റോബോട്ടിക് ക്ലാസ് പോലും, പിള്ളേർക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സിസ്റ്റം അടക്കം ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന്. ഇത് ഫ്രീ ആയിട്ട് അവർ തരാം, ഞങ്ങളുടെ പേര് പോലും വെക്കരുത്. സാറിന് വേണ്ടിയിട്ട് സാറ് പറഞ്ഞിട്ടുള്ള ആ സ്കൂളിനെ ഞങ്ങൾ മനോഹരമാക്കി തരാം. സോ ഇന്ന് ഞാൻ കാണുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മന്ത്രി രാജീവിനെ, MP രാജേഷിനെ വിളിച്ചു. അദ്ദേഹമാണല്ലോ പഞ്ചായത്തിൻ്റെ. ഇന്നലെ ഞങ്ങൾ തമ്മിൽ സംസാരം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് നടത്താം. ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ സ്ഥലത്ത് ഇനി നമ്മൾ സ്കൂൾ വെക്കില്ല. കാരണം ഞാൻ അവിടെ കണ്ട മല എന്ന് പറയുന്നത്, ഇതൊന്നും ഇപ്പോൾ കേൾക്കുന്ന ജനങ്ങളൂടെ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കും. ആ പാറ മുകളിൽ ബാബു കുടുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതതിൻ്റെ സയൻറ്റിഫിക്കായിട്ടില്ല. ഇന്നിപ്പോൾ ആ മലയുടെ അവസ്ഥ എന്താണെന്നറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലയുടെ നടുക്ക് കൂടെ അങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു ഇത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലയുടെ നടുക്ക് നിങ്ങൾ പോന്നപ്പം ഈ 2 സൈഡും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ നടുക്കൂടെ ഈ കുഴിയിലാണ് ഇതിങ്ങ് പോയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീപ്പ് കട്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതിപ്പോഴും നിൽക്കുകയാണ് ഈ എഡ്ജുകൾ. ഈ സ്റ്റീപ്പ് കട്ടെന്ന് പറയുന്നത് ലൂസ് മഡാണ്. ഇനി വലിയൊരു ഹെവി മഴ വന്നു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം മഴ കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം വെള്ളം സെറ്റിൽ ചെയ്ത് മുകളിൽ ഇവനെ കൊണ്ട് ഈ 2 സൈഡിൽ നിന്നായിരിക്കും ഇനി വരുന്നത്. അപ്പോൾ ആ ഏരിയ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ് ഫോർ എനിബഡി ടു ലിവ് ഇൻ ദാറ്റ്. അപ്പം അത് ഞാൻ മന്ത്രി രാജീവായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യരുത്. അവിടുത്തെ ആളുകളെ പോലും നമ്മൾ അവിടുന്ന് സ്ഥലം മാറ്റിച്ച് പാർപ്പിക്കണം. നമ്മൾ ഹൈവേക്ക് സ്ഥലം എടുക്കുന്ന പോലെ അവർക്ക് പൈസ കൊടുത്താൽ അവരെ നമ്മൾ വേണ്ട, നമ്മൾ സെറ്റിൽ ചെയ്യാം, അവരോട് അവിടുന്ന് പോകാൻ പറയാം. കാരണം അത് ഡേഞ്ചറാണ്.
ഇനിയും വരും. നമ്മളിപ്പോൾ അത് ആ ഏരിയയിൽ തന്നെയാണ് 2 വർഷം മുന്നേയും പോയത്. അപ്പം അത് മറക്കരുത്. ആ ഏരിയ ഈസ് നോട്ട് സേഫ്. അതിനെ ഓൾറെഡി അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണത്. ലെറ്റ് ഇറ്റ് ബി എ ടൂറിസ്റ്റ് സ്പോട്ട്. മഴക്കാലം ഡേഞ്ചറസ് സമയം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകളെ സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്കോളജിക്കലി ക്ലിയർ ആയിട്ട് വരുന്ന എക്കോളജിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അവരുടെ കയ്യിൽ നിന്നുള്ള സജഷൻ വാങ്ങിച്ച് മണ്ണ് മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് ഇവരെല്ലാം മാറ്റി പാർപ്പിക്കുക. അങ്ങനെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാനവിടെ ഈ മുണ്ടക്കയിലത്തെ LP സ്കൂൾ ഞാനവിടെ അങ്ങ് ബിൽഡ് ചെയ്ത് കൊടുക്കും. വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂളിൽ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പൈസയുണ്ട്, നിങ്ങൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തോ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി പണി തുടങ്ങാം. പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം എത്രയേ ഉള്ളൂ, ആ കുട്ടികളെ അതിനകത്തോടെ കയറുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരെ കയറി ചെന്ന വഴിക്ക് ചിലപ്പോൾ കളിക്കുക, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് എവിടെ പോയി, ബഷീർ എവിടെ പോയി, സുൽഫി എവിടെ പോയി, അത് ചിന്തിക്കും കുട്ടികൾ. പക്ഷെ അവരത് മറപ്പിക്കണമെങ്കിൽ അവർക്ക് മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ, അവർ കാണാത്തൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഈ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ട്രോമയിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. സോ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നീട് വീട് വെച്ച് കൊടുക്കുന്നത് അത് ഓൾറെഡി നമ്മൾ 30 പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇതിനും ഗവൺമെൻറ് തരണം. അപ്പം സേവാഭാരതി ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടുണ്ട്, സേവാഭാരതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാവർക്കും. അവർ ഐഡൻറ്റിഫൈ ചെയ്ത് സേഫായിട്ടുള്ള സ്ഥലം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നാളെ നമുക്ക് തോന്നുന്ന വല്ലവരുടെയും കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചു, ആ സ്ഥലം നാളെ ഇളകി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നമായി, ഈ ചെയ്ത് മുഴുവൻ പോയി. അപ്പം ഇനി സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വിശ്വശാന്തി അവരുടെ വീടുകളും അവരെ മാക്സിമം ഈ 3-ൽ ഞങ്ങൾ നിൽക്കില്ല. ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഇന്നലെ രജനീഷിന് അറിയില്ല, കാലത്തൊരാൾ എന്നെ വിളിച്ചിട്ട് 6 മണിക്ക് 10-15 മിസ് കോൾ കണ്ട് ഞാൻ ബേജാറായിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ അൺനോൺ നമ്പർ എടുക്കാറില്ല. എടുത്ത് മൂപ്പര സംസാരം കേട്ടപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സാറേ GPay നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തിനാണ്? വീട് വെക്കാനുള്ള. ഞാൻ പറയാം, എൻ്റെ പൊന്നുമോനെ, ഞങ്ങൾ GPay നമ്പറിൽ ഞാൻ പൈസ ഇടുന്നില്ല, ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും. അത് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതിൽ പോയാൽ മതി. പിന്നെയാണ് അവൻ പറഞ്ഞത്, സാറിൻ്റെ GPayയിലേക്ക് ഞാൻ 3000 രൂപ ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം ആദ്യം ഈ മനുഷ്യൻ്റെ ഇന്നസെൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, മേജർ രവിയുടെ അക്കൗണ്ടിലേക്ക് നീ പൈസ ഇടല്ലേ, ഇത് വിശ്വശാന്തിക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ തിരിച്ചിടുന്നത് ഈ മനുഷ്യന് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇവൻ GPay ചെയ്തതെന്ന് പോലും അറിയില്ല. എന്നിട്ട് മക്കളോട് ആരോടൊക്കെ ചോദിച്ചിട്ട് GPay നമ്പർ തന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ പൈസ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ യു ഇമാജിൻ, ഇന്നസെൻ്റ് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, മനുഷ്യസ്നേഹമുള്ള ആളുകളുള്ള ഈ സ്ഥലത്താണ് മേജർ രവി യൂണിഫോം ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന. അപ്പോൾ അവൻ്റെയൊക്കെ മൈൻഡ് സെറ്റുകൾ നോക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടെ സാറേ, ഇപ്പോൾ ലാലേട്ടനും മേജർ രവിയും പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലാലേട്ടൻ അല്ലാതെ പോയാൽ തന്നെ, മേജർ രവി അവിടെ അല്ലാതെ പോയാൽ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ എന്തുകൊണ്ടാണ് ഒരു യൂണിഫോം ഇട്ട് പോകണമെന്നുള്ള തോട്ട്, ഇപ്പോൾ സാറും കൂടെ ചേരുന്ന ഒരു സംവിധാനമായിരുന്നു. അതെ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഞങ്ങൾക്ക് മിലിറ്ററിയിൽ ചില റൂൾസ് ഉണ്ട്, ചില യൂണിഫോം കോഡ്സ് ഉണ്ട്. ഇതൊന്നും ഇവിടുത്തെ സിവിലിയൻസിനോ ഈവൻ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത പട്ടാളക്കാരനെന്ന് പറയുന്ന എയർഫോഴ്സുകാരന് പോലും അറിയില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മളൊരു യൂണിറ്റ്, ഇപ്പം നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ലേ ലഡാക്കിൽ ദീപാവലിക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? പോകുമ്പോൾ അദ്ദേഹം യൂണിഫോം ഇടുന്നത് കണ്ടിട്ടില്ലേ? പ്രസിഡൻറ്റ് ഫ്ലൈറ്റ് ഓടിക്കുന്ന സമയത്ത് അവർ പൈലറ്റിൻ്റെ യൂണിഫോം ഇടുന്നുണ്ട്. അവരെന്തായാലും തൊപ്പിയിട്ടിട്ട് പോകുന്നത്. എന്താ അതിൻ്റെ പിറകിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടാള യൂണിറ്റ് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ആ ആളുകൾക്കുള്ളൊരു സ്പിരിറ്റ് കൊടുക്കുന്നതാണ്. നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടില്ല, അമ്പലത്തിൽ പോകുന്ന രാഷ്ട്രീയക്കാർ ചില സമയത്ത് അമ്പലത്തിൽ പോകും തൊപ്പിയും കുപ്പായൊക്കെ ഇട്ടുകൊണ്ട്, ചില സമയത്ത് പള്ളിയിൽ പോകുമ്പോൾ മറ്റേ തൊപ്പിയായിരിക്കും, മറ്റേ കാവ്യവസ്ത്രമായിരിക്കും. ഇതെവിടെ പോകുന്നു ആ ആളുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് തോന്നണം ഞങ്ങളിൽ ഒരാളാണ് ഈ വന്നിരിക്കുന്ന VIP. ഇത് തന്നെയാണ് പട്ടാളത്തിനകത്തുള്ളത്. പട്ടാളത്തിനകത്ത് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്ന് ദിവാളിക്ക് വന്നു കഴിഞ്ഞാൽ മൂപ്പരെ ആ ജാക്കറ്റൊക്കെ അടിച്ചു, റാങ്കില്ല, ഒരു റാങ്കുമില്ല. ഡ്രസ്സ് ക്യാമഫ്ലൈസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതൊരു യൂണിഫോം എന്നുള്ളതല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ആ പട്ടാളക്കാർക്കൊരു സ്പിരിറ്റ്, അവർ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു VIP വന്നു, പ്രൈം മിനിസ്റ്റർ വന്നു, അല്ലെങ്കിൽ മിനിസ്റ്റർ വന്നു, CM പോയി. CM വന്ന് പോയപ്പോൾ തൊപ്പിയിട്ട് കൊടുത്തല്ലോ പട്ടാളത്തിൻ്റെ, അതേ ഇട്ടുകൊണ്ട് പോയില്ലേ? അപ്പോൾ ഇതാണ് പട്ടാളക്കാർക്കുള്ള ആ ഒരു സ്പിരിറ്റ് കയറ്റാൻ. നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ പോയത് ലാലേട്ടൻ്റെ ബറ്റാലിയനാണത്. ലാലേട്ടൻ യൂണിഫോമിൽ തന്നെ പോകണം.
എന്നിട്ട് ലാലേട്ടൻ മാത്രമേ അവിടെ യൂണിഫോമിൽ പോയിട്ടുള്ളൂ. സിഒ അടക്കം ഞങ്ങളുടെ ഈ വർക്ക് ഇൻട്രസ്റ്റ് ആണ്. ട്രാക്ക് സൂട്ടിൻ്റെ ഇതിലാണ് ആ സിഒനെ നിങ്ങൾ കണ്ടുവേണം. അതിൻ്റെ മുകളിലാണ് റാങ്കൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ട്രൂപ്സിൻ്റെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് കൊടുക്കാനാണ് ഈ സീനിയർ ആൾക്കാർ അവിടെ ചെല്ലുന്ന സമയത്ത് ആ യൂണിഫോം അങ്ങ് ഇടിച്ചു കൊടുക്കുന്നത്. ഇതൊരു യൂണിഫോം അല്ല, അത് ഒരു ട്രാക്ക് സൂട്ടിൻ്റെ മുകളിലുള്ള ജാക്കറ്റും പിറകിൽ ഞാൻ ഇട്ടുകൊണ്ട് പോയത് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇതായിരുന്നു, കാംഫ്ലേജ് ഡ്രസ്സാണ്, ലീഡർ ഡ്രസ്സ്. എന്തിനാ ലാലേട്ടൻ്റെ സജീവ് അടക്കം അത് തന്നെയല്ലായിരുന്നു. അവിടെ റിട്ടയറായിട്ട് മറ്റേ വയനാട്ടിലുള്ള കുറേ JCOs അതിനകത്തുണ്ട്. ഇവരൊക്കെ ഇതേ ഡ്രസ്സ് തന്നെ ഇടുന്നത്. അപ്പോൾ അതുപോലും അറിയാത്തൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവന് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു അറ്റൻഷൻ്റെ ആവശ്യമില്ല. ഇവനൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അത് തെളിയിക്കുകയും ചെയ്തു. ഈ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു ഞങ്ങൾ ഫേമസ് ആയി എന്നുള്ളത്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് വാസ് ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്. എന്തെന്നാലും ശരി, ഞാൻ ഇനി ഈ കേസ്, കാരണം ഞാൻ പല കേസുകളും എന്നെ തെറി വിളിക്കുന്നതൊക്കെ അങ്ങനെ വല്ലാതെയൊന്നും വരാറില്ല. ചിലതൊക്കെ ഞാൻ വിട്ടുകളയും, കാരണം ആരായി വിളിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഫേക്ക് നെയിംസ് ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ വിടാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു യൂണിഫോം ഇട്ടിട്ട് ഫേമസ് ആവണ്ട. എനിക്ക് BJPയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ മുകളിൽ കൊടിയും വെച്ചുകൊണ്ട് നടന്നിട്ട് ഫേമസ് ആവണ്ട. എനിക്കൊരു അഡ്രസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള മേജർ രവി. അതിൽ പിന്നിലും വേണ്ട മുമ്പിലും വേണ്ട ഒരു അഡ്രസ്സും വേണ്ട. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആ മേജർ രവിക്കുള്ള റെസ്പെക്റ്റ് അവിടെ ആണ്. അതിന് ഞാൻ അവിടെ പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് നിൽക്കാനോ, അല്ലെങ്കിൽ യൂണിഫോം ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ ഞാൻ പോയിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് ഈ മോഹൻലാലിനെ കൊണ്ടുപോയി ഞങ്ങൾ വിശ്വശാന്തിയുടെ റെപ്രസെൻറ്റേറ്റീവ്, വി ആർ വിത്ത് യു, നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കരയുന്ന കണ്ണീരൊപ്പാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി വിശ്വശാന്തിയുടെ മാനേജിങ് ഡയറക്ടറായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. പക്ഷേ ടി.എ. പറ്റാലിനെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ആ സിഒ അടക്കം എൻ്റെ ഒരു ആരാധന. സിഒ പറഞ്ഞു, സാറിൻ്റെ ടീഷർട്ട് 42 സൈസ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാർ അത് ഇട്ടിട്ട് വരണം. പിന്നെ ഒരു യൂണിറ്റ് പോകുന്ന സമയത്ത് ആ സിഒ, കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന ഡ്രസ്സ് എന്ത് വേണമെങ്കിലും നമുക്കിടാം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുപോലും അറിയാത്ത പട്ടാളക്കാരാണെങ്കിൽ നിങ്ങൾ പട്ടാളത്തിൽ എവിടെയാണ് സർവീസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം വിട്ടേക്ക്. പിന്നെ എൻ്റെ ആൾക്കാർ ഫേസ്ബുക്കിൽ, സാറേ ഇതെന്താണ് നിങ്ങൾ പറഞ്ഞത്? പിന്നെ പട്ടാളത്തിൽ നിന്ന് എൻ്റെ ബാച്ച്മേറ്റ്, ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന ആർമി ചീഫ് എൻ്റെ ബാച്ച്മേറ്റാണ്, ജനറൽ ദ്വിവേദി എന്നത്. അവിടെ നടക്കുന്നത് വാട്ട് നോൺസെൻസ് ഇസ് ദിസ് യാന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവനെ ഞാൻ വെറുതെ വിടുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനതിൻ്റെ വക്കീൽ നോട്ടീസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 2-3 സ്ഥലത്ത് അവന് നോട്ടീസും. ഞാൻ അടിക്കുന്ന 25 ലക്ഷത്തിൻ്റെ കോമ്പൻസേഷനാണ്. എനിക്ക് വേണമെങ്കിൽ 2 കോടി അടിക്കാം. 2 കോടി വേണമെങ്കിൽ 20 ലക്ഷം രൂപ ഞാൻ കെട്ടിവെക്കണം, അത് സമയം വരുമ്പോൾ. അല്ലെങ്കിൽ 2 ലക്ഷം കെട്ടിയാൽ മതി. ഇത് ഞാൻ എന്തിനാണ് 25 ആക്കിയിരിക്കുന്നത്? ഇവൻ്റെ വീട് വിട്ടിട്ടാണെങ്കിലും ശരി ഞാനത് റിക്കവർ ചെയ്യിപ്പിക്കും. എൻ്റെ മാനഹാനി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടില്ല. എനിക്കുണ്ടാക്കിയിട്ടുള്ള റെപ്യൂട്ടേഷൻ, എൻ്റെ പേര്, എൻ്റെ എല്ലാം ഇവനതിൽ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഈ ന്യൂസ് നിങ്ങൾ പബ്ലിഷ് ചെയ്തു, ഓക്കെ. അപ്പം ഇതിനി അങ്ങനെ അല്ലാന്ന് വന്ന് അങ്ങനെ അല്ലാന്ന് വരും, പക്ഷെ അത് നിങ്ങളാരും പബ്ലിഷ് ചെയ്യില്ല. പക്ഷെ ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്ത് മേജർ രവി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളത് കാണുന്നു. കാരണം ഇതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഒരു 1.7 crore rupees മേജർ രവി തട്ടിയെടുത്തു, ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരുത്തൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കമ്പനിയിൽ അവൻ എന്നെ ഡയറക്ടറാക്കി വെച്ചിരുന്നു, എൻ്റെ ഫേക്ക് നമ്പറും വെച്ചിട്ട്. ആ കേസ് വന്നപ്പോഴത്തേ എല്ലായിടത്തും മേജർ രവി താഴത്ത് വായിച്ചാൽ മേജർ രവി ഒന്നുമില്ല, ഒരു ഡയറക്ടറാണ് ഇല്ലെന്നും പറയാൻ വേണ്ടി. അപ്പോൾ ഈ പേര് വെച്ചിട്ട് ഡിഫെയിം ആയില്ലെന്നും. പക്ഷെ ജനറലി ആൾക്കാർ വിശ്വസിച്ചില്ല. പക്ഷെ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇയാളൊന്ന് കൊടുക്കട്ടെ എന്നുള്ളത്. അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ലെവലിലെത്തുമ്പോൾ മറ്റവനെ അസൂയപ്പെട്ടിട്ട് താഴ്ത്താൻ വേണ്ടി നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കേസ് അമ്പലപ്പുഴ പോലീസ് DYSP എല്ലാം അന്വേഷിച്ച് അവസാനം ഇവൻ ഈ കൊടുത്തിട്ടുള്ളവൻ 8 കേസിലെ പിടികിട്ട പുള്ളിയാണ്. അത്രയും വലിയ ചീറ്റാണ്. അവൻ്റെ പേര് അംജദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കള്ളനാണ്. അപ്പം ഇവൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ അവൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചെന്നും പറഞ്ഞിട്ട്. എനിക്ക് പൈസ വല്ലവരും തരാനുണ്ടെങ്കിൽ അത് ഇവനെ കൊണ്ട് ജയിപ്പിച്ച അവനാണ് ഇവനുമായിട്ടുള്ള പ്രശ്നം. എൻ്റെ പേരെന്തിനാ വന്നതിൽ ആ കേസ് തള്ളിപ്പോയി. അത് ചവിട്ടുകൊട്ടയിൽ ഇറങ്ങി DYSP അന്വേഷണം കഴിഞ്ഞ് അത് തട്ടി. നിങ്ങൾ ആരെങ്കിലും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? മനുഷ്യർക്ക് ആർക്കെങ്കിലും അറിയുമോ? ഇന്നിപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണത്. ഇതേപോലെ തന്നെ ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് അതെന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ടാക്കും. എനിക്കറിയാം ഇത് ചീഫ് മിനിസ്റ്റർ അവിടെ നിന്ന് തന്നെ തട്ടും, ചീഫ് മിനിസ്റ്ററുടെ അവിടെയുള്ള. കാരണം അവിടെയുള്ള ബുദ്ധിയുള്ള ഓഫീസേഴ്സിന് അറിയാം ഇതിങ്ങനെ ഒരു യൂണിഫോമും. പിന്നെ നമ്മൾ ബാങ്കുകളിലടിക്കാനൊന്നുമല്ല പോയിട്ടുള്ളത്, നമ്മളൊരു ദുരിതാശ്വാസത്തിൽ പോയി. നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു
ഡ്രോബാക്ക് സിറ്റുവേഷനാണത്. പക്ഷേ നമ്മൾ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം ലാലേട്ടൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? ലാലേട്ടനെ അറിയാം, കാരണം ഈ യൂണിഫോമിൻ്റെ ഒക്കെ ഓരോ കാര്യം കാണാൻ എവിടെ എന്തിടണം ഇതൊക്കെ ഞാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ലാലേട്ടനറിയാം. ഞാൻ ചോദിച്ചു യൂണിഫോം ഇട്ടു എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ ഒന്നും മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഞാനും അത് മൈൻഡ് ചെയ്തില്ല രാജേഷ്, ഞാൻ വിട്ടതാണ്. പക്ഷെ എൻ്റെ ബാച്ച്മേറ്റ്സൊക്കെ എന്നെ തന്നെ വിളിക്കും, സ്ഥലം ഉസ്ക സൂക്കർ, അവനാരാണ്, അവൻ എന്താ അറിയുന്നത്, ആ യൂണിഫോം ഫോട്ടോ ഞങ്ങൾ കണ്ട്, ഇത് ഏത് യൂണിഫോമിൻ്റെ കാര്യമായി പറയുന്നത് എന്ന് പറയുമ്പം അതിലുണ്ട് കുറേ വക്കീലുമാർ. എൻ്റെ ബാച്ച്മേറ്റ്സിൽ കുറേ ആൾക്കാർ വക്കീലുമാരുണ്ട്. അവന്മാർ വന്ന് രവി ഹം ഇതർസ് ഒരുത്തും ജോധ്പൂരിൽ നിന്ന് വിളിച്ചു, ഞാനിവിടെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് അതിങ്ങനൊന്നും വേണ്ട, ഞാനിവിടെ തന്നെ ഒരു ഡിഫമേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ, ഈ 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവൻ അതിന് മനസ്സിലാക്കണം. ഇനി മേലിൽ ഇതുപോലെ അറിയാൻ വേണ്ടിയാത്ത കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ചീപ്പ് മഞ്ഞ ചാനലുകാർ വന്നിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് എന്നെ അറിയുന്നവർ ചിലർ സംശയം, അല്ല രവി സാർ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് ഇല്ല എന്നുള്ള തെളിയുന്നത് നിങ്ങൾ ആരും പബ്ലിഷ് ചെയ്യില്ല, കാരണം അതിൽ ന്യൂസ് വാല്യൂ ഇല്ല. അപ്പോൾ ഈ 25 ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഞാനിപ്പോൾ പറയുന്നു, ഇത് കോടതിയോട് ഞാൻ ബെഗ് ചെയ്യും, ബഹുമാനപ്പെട്ട കോടതി ഈ കേസിന് പെട്ടെന്ന് തീർപ്പാക്കണം. ഈ പൈസ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എഗെയിൻ വയനാടിൻ്റെ റീബിൽറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൈസ അങ്ങോട്ട് എനിക്കല്ലാതെ അവനെ പണിഷ് ചെയ്യണമെങ്കിൽ എനിക്കിതേ വഴിയുള്ളൂ, അത് ജനങ്ങൾക്ക് വരട്ടെ. അപ്പം ഞാൻ ആ കേസിന് ഞാൻ പറയാൻ കൂടിയിരിക്കും. ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലരൊക്കെ നെഗറ്റീവായിട്ട് ആദ്യമേ തന്നെ വാർത്ത സ്പ്രെഡ് ചെയ്തു. ഇതിനകത്ത് സിനിമാ ലോകവും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ മമ്മൂക്ക ഈ അവാർഡ് വാങ്ങുന്ന വേദിയിൽ തന്നെ അത് പറയുകയും അതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ തന്നെ ഉണ്ടാവുകയും തെന്നിന്ത്യൻ താരങ്ങളൊക്കെയും അനൗൺസ് ചെയ്യുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറയുന്നത്. അതൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും കാണുന്ന സമയത്തും ഇത്തരം നെഗറ്റീവ്സിനെ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട്. അത് കേരളത്തിൻ്റെ വിജയവും കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ് ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ ഫണ്ട് കൊടുക്കുന്നത്? ആക്ച്വലി ദുരിതാശ്വാസ നിധിയിലത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഡിറ്റബിൾ ഫണ്ട്. നമുക്ക് എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ കൂടെ വരേണ്ടതാണ്. പിന്നെ ഇതിലെങ്ങനെ മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ക്രൂക്കല്ല, എനിക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 25 ലക്ഷത്തിൻ്റെ 2 കേസുകൾ, അത് പാർട്ടിയുടെ ആളുകളുടെ പേരിൽ. പക്ഷേ ഇവിടെ എന്താണെന്നറിയോ ഞാൻ പറയുന്നത്, ഇതിനൊക്കെ കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മുഖ്യമന്ത്രിയാണ്. പക്ഷേ മിനിഞ്ഞാന്ന് എന്തോ ഒരു 86 കോടിയുടെ ലാപ്ടോപ്പിൻ്റെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. KSFE അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ ഈ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് തിരിച്ച് വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ പൈസ തിരിച്ചിങ്ങോട്ട് അടച്ചിട്ടില്ല. ഇതാണ് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രി പക്ഷെ മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി ഇല്ല. ഇവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിനെ ആരാണ് ബ്രീഫ് ചെയ്യുന്നത് ആ ആൾക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ സാധിക്കണം. അല്ല മുഖ്യമന്ത്രിനെ പോലും ഈ ഡെമക്കൾസോട് തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ചിട്ടല്ല ഇങ്ങനെ പത്രസമ്മേളനം നടത്തേണ്ടത്. അദ്ദേഹം അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട്, ഇത് കാരണം പബ്ലിക്കിൽ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് പലതുമുണ്ട്. അതിനെ കുറ്റം കാണാൻ വേണ്ടി ഇരിക്കുന്നവന്മാർ അതിൻ്റെ ഓരോരോ ലൈനും അണ്ടർലൈൻ ചെയ്യും. അതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം അത് വളരെ ക്ലാരിറ്റി ആയിട്ട് ആ കുറ്റം പറഞ്ഞവനും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. എൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയും നമുക്കത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ചോദിച്ചത്, ഈ 86 കോടി രൂപ 47,000 സംതിങ് ആളുകൾക്ക് എന്തോ കൊടുത്തെന്നുള്ളോ അതിനെ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിന് 17,000 രൂപ വെച്ചിട്ടാണെന്നുള്ളതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ക്ലാരിറ്റി എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ അതിന് ഒരു ഓഫീസറെ ഇരുത്തണം, ഇതറിയാവുന്നതും ഡീൽ ചെയ്യുന്നവരും അവർ കൃത്യമായിട്ട് പറയണം. ഇതില്ലാതെ വരുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ചോദ്യം ചിഹ്നങ്ങൾ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ 2 അഭിപ്രായമായി വരും. ഒന്ന് പാർട്ടിക്കാരതിനെ ഒന്നും പറയില്ല, അത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ദേ വിൽ നോട്ട് സേ എനിത്തിങ്, ഇറ്റ്സ് എ കാഡർ പാർട്ടി. മറ്റൊന്ന് കേഡർ പാർട്ടിക്ക് അകത്തും ചിലർക്ക് റിസെൻമെൻ്റ് ഉണ്ടെങ്കിലും ആരും അത് പറയില്ല. ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെന്താണ് വെച്ചാൽ ഇത് ജനങ്ങളെ ബാധിക്കുന്ന സംഭവമായതുകൊണ്ട് ഗവൺമെൻറ് ഷുഡ് ബി ഓൾവേസ് വെരി ക്ലിയർ ഓൺ ദിസ്. നിങ്ങൾ വേറെ സ്ഥലത്ത് ടാക്സ് വാങ്ങിച്ചു അത് വാങ്ങിച്ചത് ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് കുടുക്ക പൊട്ടിച്ചിട്ടും ആടിനെ വിറ്റിട്ടും പൈസ കൊടുക്കുന്ന പാവപ്പെട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 3,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലിട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുത്തില്ല, അതുപോലുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന, നിങ്ങളെ വിശ്വസിച്ച് തരുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ ഒരു പൈസ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കരുത്. വന്നതല്ല, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, അതൊരു കുറ്റപ്പെടുത്തലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെറുതെ കുറ്റപ്പെടുത്തലായിരിക്കും, എന്തോ അത് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ
ഞാനടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിനെ പറയാൻ വേണ്ടി. പക്ഷെ ഞാനിപ്പുറത്തെ എൻ്റെ ചാരിറ്റി മറ്റേ വിശ്വശാന്തി ഫൗണ്ടേഷൻ കൂടെ പോകുന്നുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. കാരണം ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് 25 ലക്ഷം രൂപ, മമ്മൂക്ക കൊടുത്തിട്ടുണ്ട് 20 ലക്ഷം രൂപ, മമ്മൂക്ക ഇനിയും കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇൻവോൾവ് ആണ് അതിനകത്ത്. ഞാൻ ഒരു ക്ലിയർ കട്ട് മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കും. എൻ്റെ ഉണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇന്ന് വരെ 5 രൂപ ഞാൻ എവിടെ നിന്നും പിരിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ ആയപ്പോൾ ഞാൻ അതിന് മാറ്റി അങ്ങ് നിർത്തി. എനിക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ട. എന്നിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലും പല ആളുകളും എന്നെ വിളിച്ചിട്ട് 300 കോടി തരാം, 200 കോടി തരാം, പകുതി ഞങ്ങൾക്ക് തന്നാൽ മതി, ഇങ്ങനെയുള്ള കുറേ കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറയും, ഇനി മേലിൽ എന്നെ വിളിച്ചാൽ നീ എവിടെയാണെങ്കിലും ശരി, ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. 50% ഞാൻ അവിടെ വന്ന് വാങ്ങിക്കാം. കാരണം ഇങ്ങനെയുള്ള കുറേ ഫ്രോഡുകളും നടക്കുന്നത്. അപ്പോൾ എന്താണ്, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുകളിലും ഫ്രോഡിസം. പക്ഷേ ഇന്നിപ്പോൾ ഫണ്ടുകൾ വരുന്നതും എന്നെ ആൾക്കാർ വിളിക്കുന്നതും അത് മേജർ മുകളിലുള്ളൊരു വിശ്വാസം. നിങ്ങളാണ് MD, യു വിൽ ഡീൽ ഇറ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ ലാൽ സാർ അടക്കം എന്നെ എൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ റീസൺ വൈ വി ആർ ഡൂയിങ് ഇറ്റ്. വി ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം എനിബഡി. പല സ്ഥലത്തും ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ലാൽ സാർ പറഞ്ഞു നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചേക്കോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പലയിടത്തും ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫുകൾ, ഡയറക്ടേഴ്സ്. കാരണം നമ്മളവിടെ കണ്ട ഒരു കണ്ടതും ഞങ്ങൾ ഫീൽ ചെയ്തും ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ അവരെ കണ്ണൊപ്പാൻ ഉള്ള കരുത്തുണ്ടെന്നുള്ള ഫീല്. മറ്റത് നമ്മൾ പറഞ്ഞിട്ട് പോലും ചെയ്യാൻ പറ്റില്ല ചിലപ്പം. ഇപ്പം ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സ്ഥലം എന്താ, ഇന്ന് തുടങ്ങി ഞാൻ പണിയെന്ന് പറഞ്ഞു. ഇന്ന് തുടങ്ങും. കാരണം അപ്പോഴത്തേക്കും നമ്മൾ കോൺട്രാക്ടർ വിളിക്കുന്നു, ഡ്രോയിങ് വരുത്തുന്നു, ഈ ഡ്രോയിങ് ഞാൻ നേരെ IT കമ്പനിക്ക് അവിടെ അയക്കുന്നു, അവർ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ തുടങ്ങും. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട് ഇപ്പം. അല്ലാതെ ആ പൈസ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളുടെ കറണ്ട് അക്കൗണ്ടാണ്, അപ്പോൾ അതിൻ്റെ പലിശ പോലും ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട. കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചിലവാക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. വെറുതെ ബാങ്കിൽ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. സേവിങ്സ് ആണെങ്കിൽ അതിൻ്റെ പൈസ വല്ലതും വരും എന്ന് പറയാം. അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ദർ ഇസ് നോ മോട്ടീവ് അറ്റ് ഓൾ ഫോർ us ടു കീപ് ദ മണി വിത്ത് us. അതിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളുടെയും MLA-മാരുടെയും ശമ്പളം, ഒരു മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ വയനാടിനൊപ്പമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപാട് നമുക്കിപ്പോൾ വരുന്നുണ്ട്. പാടിന് വിറ്റു എന്ന് പറയുന്ന ലേഡി തന്നെ രണ്ടാമത് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ കേരളം ഒന്നാണെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം കൂടെ നമുക്ക് കിട്ടുന്നില്ലേ? രജനീഷ്, നമ്മുടെ കേരളം ഇതുപോലുള്ള പ്രതിസന്ധികളിൽ എന്നും ഒന്നാണ്. ഇന്നെന്താ ഒരു മതത്തിൻ്റെ പ്രശ്നമില്ലാത്ത, ഇന്നെന്താ ഒരു കോളേജിൽ നിസ്കരിക്കാൻ റൂം ചോദിക്കാത്ത? കാരണം ഇന്ന് എല്ലാവരും നമ്മൾ അവരെ എങ്ങനെ രക്ഷിക്കണം? ഒരു പണിയില്ലാതെ ചോറ് വിലങ്ങത്തടിക്കുമ്പോഴാണ് പാർട്ടി വരും, മതം വരും, എന്നിട്ട് എവനെ എങ്ങനെ നോക്കും. ഇപ്പം തന്നെത്താൻ പ്രകൃതി അങ്ങ് ഇളകിയപ്പം അപ്പം എല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട്. അപ്പം ഈ ഇവരെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി എപ്പോഴും പ്രകൃതിക്ക് ഇളകാൻ പറ്റും. എന്നാണ് നമ്മളിത് പഠിക്കുക. ഇനി ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഈ ബിൽഡിംഗ് അടക്കം ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകുന്നുള്ളവരാരും വിശ്വസിക്കുന്നില്ല. ഇത് നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്, ഇത് നമുക്കും ആവാം. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് അയ്യോ അവൻ കരയുന്നു, അവൻ്റെ കണ്ണീരൊപ്പം എൻ്റെ കയ്യിലൊന്ന് പിടിച്ചോ. കാരണം ഇതെൻ്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഈ രാത്രി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ഈ വിചാരമാണ് വയനാട് പോയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആൾക്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞാൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് യുവർ ഹ്യൂമാനിറ്റി ബാക്ക്. ആ മനുഷ്യത്വം, നമ്മൾ മറന്നു പോകുന്ന മനുഷ്യത്വം ഉണ്ടല്ലോ, മറ്റുള്ളവനെ കൊല്ലാനും അവനെ നശിപ്പിക്കാനും വേണ്ടി നടക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് മാറിക്കിട്ടും. യെസ്, നമ്മുടെയും ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന ആ വിചാരം വരുന്ന ദിവസം ഉണ്ടല്ലോ, നമ്മളൊക്കെ എന്ത് സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നറിയാം. പക്ഷെ അപ്പം അതില്ല. എനിക്ക് വേണം, എൻ്റെ കുട്ടിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ വൈ കാൻ വി തിങ്ക് നമുക്ക് അത് വയനാട്ടിൽ പോകണത്? അതിങ്ങനെ എല്ലാ പ്രാവശ്യം ദുരന്തം വരിക എന്ന് പറഞ്ഞാൽ അതും കഷ്ടമാണ്. ഒന്ന് വന്നതിൽ നിന്ന് പഠിക്കൂ. സോ ബി പോസിറ്റീവ്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ്. കാരണം ആ യൂണിറ്റിയാണ് കാണിച്ചത്. അവിടെ നിങ്ങൾ രാഷ്ട്രീയം മറന്നില്ലേ? അവിടെ എന്താ നിങ്ങൾ പിണറായി സഖാവാണ് ഭരിക്കുന്നത്, മാർക്സിസ്റ്റാണ്, നമ്മളൊന്നും ചെയ്യില്ല. എൻ്റെ അതില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഒന്നാവാൻ അറിയാം. അത് എപ്പോഴും അയക്കൂടെ. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില തരത്തിലുള്ള കമൻസ് വരുന്നതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പഞ്ചമി എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്ന ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞ് മനുഷ്യർക്ക് ഇന്ന് തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട വിഷം
മറ്റവൻ്റെ അധപ്പതനം കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ നികൃഷ്ട ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. ലാലേട്ടൻ്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട് എത്രയോ കൊല്ലങ്ങളായി. അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കാണാൻ വന്നിരുന്നു ലാലേട്ടനെ. ലാലേട്ടൻ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നു. എസ്റ്റേറ്റ് കാണാനില്ല, ആ ലാസ്റ്റ് എവിടുന്ന അതിൻ്റെ ഉത്ഭവം. അപ്പോൾ അതുപോലും പറയാൻ ചിന്തിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ ഒരിക്കലും പോസിറ്റിവിറ്റി വരില്ല. നീ മറ്റവൻ്റെ നാശത്തിന് വേണ്ടി മാത്രം ഇരിക്കുകയാണ്. നിൻ്റെ അന്ത്യം എങ്ങനെയാവും എന്നുള്ളത് നിനക്കറിയില്ല, ഇത് ഇവന്മാർക്കറിയില്ല. സോ രജനീഷ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോസിറ്റിവിറ്റി. ഈ പോസിറ്റിവിറ്റിക്ക് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നീ എത്രത്തോളം നെഗറ്റീവ് ആവുന്നു അത്രത്തോളം നീ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതില്ല. ലാലേട്ടൻ അത് ചെയ്തു. അപ്പം അതിൻ്റെ ഉള്ളൊരു കുറ്റം കാണാൻ വേണ്ടി അങ്ങേർക്ക് അവിടെ എസ്റ്റേറ്റ് ഇല്ലായിരുന്നെങ്കിലും അങ്ങേരെ അവിടെ പോകും. അത് എസ്റ്റേറ്റിലേക്ക് പോയതല്ല, എവിടുന്നത് തുടങ്ങി അത് കഴിഞ്ഞ് നദി എങ്ങോട്ട് പോയി, ഒന്ന് ലെഫ്റ്റോട്ട് പോയിട്ടുണ്ട്, അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ള മലയെ കാണാം. ഇതിലേ അങ്ങ് ഇടിച്ചു പോയി ആദ്യം. അത് കഴിഞ്ഞ് ബാക്കി രണ്ടാമത്തെ വന്നാണ് രണ്ടു കൂടെ അങ്ങ് പോയത്. അപ്പോഴാണ് രണ്ട് സൈഡും അങ്ങ് പോയി. പിന്നെ അവിടെ ഒന്നും ഇല്ലാതായി പോയി. അല്ലെ ആ മനുഷ്യൻ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ എവിടെയായിരുന്നു സാർ, അത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. ജനിച്ചു വളർന്ന വീട് എവിടെയാണെന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അതിരുകളില്ല, വേലിയില്ല, മതിലില്ല. നിങ്ങൾ ഈ മതിലിനും വേലിക്കൊക്കെ വേണ്ടി വഴക്കടിക്കുന്നില്ലേ? എവിടെ പോയി നിങ്ങളുടെ മതിലും വേലിയും? സ്വന്തം വീട് പോലെ എവിടെ നിന്നുള്ള അറിയാതെ നിന്നിരുന്ന മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ രജനീഷ് അവിടെ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഹൃദയത്തിനകത്ത് മറ്റുള്ളവന് വേണ്ടി വേദനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ് തിങ്. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ആളുകളുടെ കമൻറ്റൊന്നും നമ്മൾ റിയാക്ട് ചെയ്യരുത്. അത് വായിക്കാനോ, ഞാൻ എൻ്റെ താഴത്തുള്ള കമൻറ്റൊന്നും ഞാൻ വായിക്കാറില്ല. പലതും നമുക്ക് പോസിറ്റീവ് വരുന്ന അതിൻ്റെ ഇടയിൽ കാണാൻ കുത്തിത്തരും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. സോ ഞാനിപ്പോഴും ജനങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനിയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് കുറേ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ഇനി അവരുടെ സ്ഥലം ഇനി അവരുടെ അല്ലാതെ അവരെ അവിടെ നിന്നെല്ലാം പറിച്ച് അവിടുന്ന് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കണം. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ സ്വന്തം വീടും നാടൊക്കെ നോക്കിയാൽ കാണുന്ന ദൂരത്ത്, പക്ഷെ എൻ്റെ അല്ലാതെ ഇപ്പം ഈ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ. ഞാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാൽ കഴിയുന്ന രീതി, ഞാൻ മോഹൻലാലും മമ്മൂക്കൊന്നുമല്ല, പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും കൊടുത്തിട്ടുണ്ട്. അവരത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ്. ഇപ്പോൾ വന്നിരിക്കുന്ന ചീത്തപ്പേരുകൾ ഇനി ഉണ്ടാക്കരുത്. അത് ചീത്തപ്പേരായിരിക്കാം, സത്യമായിരിക്കാം, നുണയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതിനെക്കുറിച്ചല്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം സംസാരിക്കേണ്ടത് ഇവരെ എങ്ങനെ നമുക്ക് കൊണ്ടുവരണം. ഭയങ്കര ഭീകരമാണ് രജനീഷ് അവിടുത്തെ അവസ്ഥ. ആളുകളുടെ മനസ്സൊക്കെ മരവിച്ചിരിക്കുന്നു. ഒരു കുടുംബം മുഴുവൻ പോയിട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു 7 വയസ്സുകാരൻ അവിടെ ഉണ്ട്. കാരണം അവൻ പിക്നിക്കിന് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ആരുമില്ല. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. അതിവിടെ ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഓഫീസ് വന്നിട്ടുണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പെൺകുട്ടീനെ ഞാൻ എടുത്ത് എൻ്റെ വീടിൻ്റെ ഭാഗമാക്കാം. ഞാൻ എൻ്റെ മക്കളോടടക്കം പറഞ്ഞു, നിങ്ങളുടെ ഷെയർ എന്ന് പറയുന്നത് ഇനി 3 ആവും. ഒരു പെൺകുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലീഗലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മേജറിനെ എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ, അങ്ങനെ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ പാട്ടാക്കാം. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ഇവന്മാരുടെയൊക്കെ വാക്ക് എന്തിനാ രജനീഷ് നിങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. അവരുടെ ഈ നെഗറ്റീവ് കമൻസിനെ നമ്മൾ നോക്കാൻ നിൽക്കണ്ട. അവർ നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് us ഓൾ ബി പോസിറ്റീവ് ആൻഡ് ഗെറ്റ് ടുഗദർ. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ അതിനെയാണ് എൻകറേജ് ചെയ്യുന്നത്. ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ എൻകറേജ് ചെയ്യൂ. അല്ല ഞാൻ പറയാം, ആ 3000 തന്നു കുടുക്ക പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂസ്. പിന്നെ ആ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ള സ്ത്രീയുടെ താഴത്തൊരു കമൻറ്റ് എഴുതിയിട്ടുള്ള, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ട. അതല്ല ഞാൻ പറഞ്ഞത്. മോശം കാര്യം. ഇവനൊക്കെ എന്ത് മാനസികാവസ്ഥയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്? ഇതെൻ്റെ മനസ്സിലെ വേദനകളാണ്. മനുഷ്യൻ്റെ നികൃഷ്ട മൈൻഡ് സെറ്റ്. ഇവനൊന്നും അമ്മയില്ല, പെങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതെന്തുകൊണ്ടെന്നറിയോ? ഇവിടെ എല്ലാം കഞ്ചാവിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് നമ്മുടെ സംസ്കാരത്തെ മറന്ന്, അമ്മയാര്, അച്ഛനാര്, പെങ്ങളാര് എന്നുള്ളത് മറന്നുകൊണ്ട് ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആണത്. ഞാനതൊക്കെ കണ്ട സമയത്ത് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാടാ രവി നീ വെറുതെ കിടന്ന് ചൂടാവാൻ നിൽക്കുന്നത്? തന്നെത്താൻ
ഞാൻ വേറെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയിരിച്ചു. ഇങ്ങനെയുള്ള കമൻറ്റുകൾ വല്ലതൊക്കെ ആ കാലത്ത് കാണുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ വികാരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരെ എല്ലാം നെഗറ്റീവ് തട്ടിക്കള. ആ അമ്മയും ആ ഫാമിലി അവർ വന്നിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ മനുഷ്യത്വം നിങ്ങളൊന്ന് മനസ്സിലാക്കി. അത് ഭയങ്കര പ്രൗഡ്. അയ്യോ, അത് പ്രൗഡ് മൂമെൻ്റ് അല്ലേ. ഞാൻ അവരെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി ഫാമിലീനെ ഫുള്ളൊന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളാണ് മക്കളെ. കാരണം അങ്ങനെ ചിന്തിക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കണ്ടേ, ആ ഫാമിലിക്ക് ഭർത്താവിന് സാധിക്കണ്ടേ. അത് കേട്ടപ്പോൾ വാട്ട് ആൻ ഐഡിയ. അവരുടെ മനസ്സിനകത്ത് എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഇതിനാവശ്യക്കാർ അവിടെ ഉണ്ട്. അമ്മ മരിച്ചു പോയിട്ടുള്ള കൈക്കുഞ്ഞ് അവിടെ ഉണ്ടായിരിക്കും. ആ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ റെഡി എന്ന് പറഞ്ഞ് വന്നാ വിടരുത് അനീഷ. വെറുതെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇവരൊന്നും നേരാക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ റീഹാബിലിറ്റേഷനെ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കാനും എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം സ്വരൂപിക്കാനും ഒക്കെ ഉള്ള സമയമാണ്. അത്തരത്തിലുള്ള ഡിസ്കഷൻസിൽ ഇപ്പോൾ സാറ് സജീവമായിട്ട് ഇടപെടും. കാരണം ഞങ്ങൾക്കൊരു സല്യൂട്ടുണ്ട്. ലാലേട്ടനും സാറും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത്രയും അറ്റൻഷൻ കൊണ്ടുവരാൻ കഴിയുന്നത് തന്നെ നമുക്ക് വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇല്ല, അവിടെ പോയിട്ട് ഞാനതാണ് സ്റ്റഡി ചെയ്തത്. ഇവിടെ ഇനി ഒരാൾക്കും താമസിക്കാൻ പറ്റില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തു നമ്മൾ ഇവർക്ക് വേറൊരു വില്ലേജ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ MP രാജേഷുമായിട്ട് സംസാരിച്ചത്. കാരണം അദ്ദേഹമാണ് പഞ്ചായത്തിൻ്റെ ഇതിനെല്ലാം. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ 2 ദിവസത്തിനകത്ത് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഇത് വെച്ച് ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ അവരോട്, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ആ ഒരു ടീം നമുക്ക് സ്ട്രോങ് ആയിട്ട് വേണം. അതിൽ രാഷ്ട്രീയം കലർത്തരുത്. ഓൺലി പ്രൊഫഷണൽ ഗൈസ്. അവർ വന്നാൽ അവർക്ക് മാസ ശമ്പളമൊന്നും വേണ്ട. അവർക്കാർ ഓണറിയും അത് ഓരോ സമയത്ത് വരുന്ന സമയത്ത് അഡ്വൈസിന് മാത്രം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ചിലവും കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് സർവീസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഞാൻ ചെയ്യാറുണ്ടായിരുന്നല്ലോ, പണ്ട് പോലീസിന് ട്രെയിനിങ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈഗോ എല്ലാം മാറ്റി വെക്കണം. നമ്മൾ ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരുടെ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ എന്നാൽ കഴിയുന്ന എൻ്റെ ബുദ്ധിയിൽ വരുന്ന ബുദ്ധിയെല്ലാം ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് വി ക്യാൻ മേക്ക് എ വണ്ടർഫുൾ റിഹാബിലിറ്റേഷൻ. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അവരുടെ മനസ്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ആ പാവപ്പെട്ട് അവർക്കൊന്നും അധികം വിദ്യാഭ്യാസവും ഇതൊന്നും ഇല്ല. അവർ കണ്ടിരിക്കുന്ന ലോകം ഈ വയനാടും ഈ മുണ്ടക്കയും ഇങ്ങനെയുള്ള ഏരിയകൾ മാത്രമാണ്. വളരെ ഇന്നസെൻ്റാണ് രജനീഷ് അവിടുത്തെ ആൾക്കാർ. ദേ ആർ നോട്ട് കണ്ണിങ്. ദേ ഹാവൻ സീൻ ദ ടൗൺഷിപ്പ്. ദേ ഹാവൻ സീൻ ദ കണ്ണിങ് പീപ്പിൾ. ദേ ഹാവൻ അവർ ഇതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും കാണാറില്ല, വായിക്കാറില്ല അവർ. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ പെട്ടെന്ന് കൈപിടിക്കണം. അവർ അന്താളിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. ആ അന്താളിപ്പിൽ നിന്ന് നിങ്ങളെപ്പോലുള്ള ചാനലുകാരടക്കം സപ്പോർട്ട് ചെയ്ത് ആളുകളെ ഇതുപോലെ പോസിറ്റീവായിട്ട് അവിടെ പോയിട്ട് അവരെ കാണാനും കഴിയുന്നത് സഹായിച്ചുകൊണ്ട്. തീർച്ചയായും. അല്ലാതെ നിങ്ങളെ കൂടെ കഴിയുമെങ്കിൽ നിങ്ങൾ പോകണം അവിടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഗവൺമെൻറ്റിനെയോ ആരാണെങ്കിലും ശരി അവിടെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. അതിനാണ് ഞാൻ ലാലേട്ടനെ കൊണ്ടുപോയത്. കാരണം ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിൽ നോട്ട് സേ നോ. അപ്പം അത് കണ്ടു മൂപ്പര്. അപ്പം രവി സാർ അതെന്താ സ്കൂളിൻ്റെ കാര്യം മൂപ്പരെ മുന്നിൽ വെച്ചില്ല. ഞാൻ അല്ല സാർ എന്ന് വെച്ചപ്പോൾ യെസ്. അപ്പം അതങ്ങനെ എഗ്രി ആവുകയാണ്. അതുകൊണ്ടാണ് മൂപ്പര് കണ്ടു അത്, ആ ഒരു ഭീകരാവസ്ഥ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വശാന്തി ഞാനിനി അതിന് നല്ലൊരു ടീം എൻ്റെ കൂടെ നല്ല ചെറുപ്പക്കാരായിട്ട് ഉള്ള 2 പേര്, അഡ്വക്കേറ്റ് സ്മിതയും സജീവും നല്ല ആക്റ്റീവായിട്ട് ഇതുപോലെ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ചെറുപ്പക്കാരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി. അത് വലിയൊരു സംഭവമാണ്. സോ വിൽ ബി ഡൂയിങ് സംതിങ്. വാട്ട് എവർ വി ക്യാൻ ഡു വിൽ ഡു ഇറ്റ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അത് പുനരധിവാസം സാധ്യമാക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് സാറിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കോർഡിനേഷനും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കോർഡിനേഷനും ഒക്കെ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ അത് പുരോഗമിക്കട്ടെ. നമുക്ക് അങ്ങനെ അവർക്കൊപ്പം നിൽക്കാം. നിങ്ങളുടെ എല്ലാ ആശംസകൾക്കും നന്ദിയുണ്ട്, ആ സപ്പോർട്ടിനും നന്ദിയുണ്ട്. അതുപോലെ എല്ലാ ജനങ്ങളോടും പറയുന്നു, ലെറ്റ് us all be united. അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയില്ല, ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് അവിടെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇന്നിപ്പോൾ ഞാൻ സേഫാണ്, ടൗണിലാണ് ഇരിക്കുന്നത്. എന്തും എവിടെയാവാം എന്നുള്ളത് അവിടെ പോയാൽ കാണാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കഴിയുന്ന സംഭവങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. അത് ഗവൺമെൻറ് ചോദിച്ചാൽ കൊടുത്തോളൂ, വേറെ ആരെങ്കിലും ഒരു സംഘടന പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തയക്കൂ. എന്ത് ചെയ്താലും അവരുടെ കണ്ണീരൊപ്പണം നമുക്ക്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.